നമസ്കാരം. ബ്രോക്കേജ് ഫിമ്മുകൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നതും 200 രൂപ റേഞ്ചിൽ ലഭിക്കുന്നതുമായ രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മീഷോ ലിമിറ്റഡ് 216 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇന്ന് സ്റ്റോക്ക് 20% ഉയരുകയും അപ്പർ സർക്യൂട്ടിൽ ട്രേഡിംഗ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. മീഷോ എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ 3 ദിവസമായി ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻ കൊണ്ട് സ്റ്റോക്ക് 31% ഉയരുകയും ചെയ്തു. IPO പ്രൈസിൽ നിന്നും സ്റ്റോക്ക് ഏകദേശം 95% ഉയർന്നാണിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പ്രമുഖ ബ്രോക്കേജ് ഫിമായ UBS സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 220 രൂപയുടെ ടാർഗറ്റും നൽകിയതിനു ശേഷമാണ് സ്റ്റോക്കിൽ ഇന്ന് 20% അപ്പർ സർക്യൂട്ട് വന്നത്. മീഷോ 111 രൂപയ്ക്കടുത്തായിരുന്നു IPO കൊണ്ടുവന്നത്. അവിടെ നിന്നും 46% പ്രീമിയത്തോടു കൂടി മാർക്കറ്റിൽ ലിസ്റ്റഡായി. അതിനുശേഷം കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകളിലായി സ്റ്റോക്കിൽ ശക്തമായ ബൈയിങ് മൊമെൻറ്റം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി UBS എന്ന ബ്രോക്കേജ് ഏജൻസി മീഷോയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 220 രൂപയുടെ ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, മീഷോയുടെ അസറ്റ് ലൈറ്റ് ബിസിനസ് മോഡൽ കമ്പനിയുടെ സ്ട്രോങ് യൂസർ ഗ്രോത്തിന് കാരണമായേക്കും എന്നാണ് UBSൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത്, കമ്പനിയുടെ ഫിനാൻഷ്യൽ മെട്രിക്സുകളിലും ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കൂടാതെ മീഷോയുടെ ബിസിനസ് സ്ട്രക്ചർ ക്യാഷ് ഫ്ലോ ജനറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നാണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ നെറ്റ് മർച്ചൻഡൈസ് വാല്യൂ 2025 മുതൽ 2030 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ 30% CAGR കൂടിയുള്ള വളർച്ച കൈവരിച്ചേക്കും. ആനുവൽ ട്രാൻസാക്ടിംഗ് യൂസേഴ്സിൻ്റെ എണ്ണം 199 മില്യനായി ഉയർന്നിട്ടുണ്ട്. ഓർഡർ ഫ്രീക്വൻസി 9 ടൈംസിൽ നിന്നും 14.7 ടൈംസിലേക്ക് ഉയരുകയും ചെയ്തു. അതേസമയം ആവറേജ് ഓർഡർ വാല്യൂ 274 രൂപയിൽ നിന്നും 233 രൂപയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. EBITDA മാർജിൻ 3.2% ഇടിയാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ ഫോർകാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും സ്റ്റോക്കിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നുണ്ട്. 200 രൂപയുടെ ബേസ് സപ്പോർട്ടും 234 രൂപയുടെ ടാർഗറ്റുമാണ് ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. 5421 കോടി രൂപയുടെ IPOയുമായി വന്ന മീഷോ 111 രൂപയുടെ IPO പ്രൈസ് ബാൻഡിലായിരുന്നു വന്നത്. അവിടെ നിന്നും സ്റ്റോക്കിന് 46% ലിസ്റ്റിംഗ് ഗെയിൻ ലഭിക്കുകയും ചെയ്തു. കമ്പനി IPO കൊണ്ടുവന്നത് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, ബ്രാൻഡ് മാർക്കറ്റിംഗ് ഇനിഷ്യേറ്റീവ്, ഇനോർഗാനിക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, അക്വിസിഷൻസ് എന്നിവയ്ക്ക് വേണ്ടിയായിരുന്നു. കമ്പനിയുടെ ആവറേജ് ഓർഡർ വാല്യൂ ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ 20% CAGR കൂടി ഉയർന്നത് കമ്പനിയുടെ സ്ട്രോങ് ബിസിനസ് കേപ്പബിലിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് മീഷോയുടെ ഡെയിലി ആക്റ്റീവ് പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് 153.72 മില്യനായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെറ്റ് ഓർഡേഴ്സ് 73.18% വർദ്ധിക്കുകയും ചെയ്തു. മീഷോ 216 ട്രേഡ് ചെയ്യുന്നു. 200 രൂപയുടെ സപ്പോർട്ട് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 234 വരെ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ബ്രോക്കേജസ് പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് വിശാൽ മെഗാമാർട്ടാണ്. 133 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. 157 രൂപ എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. വിശാൽ മെഗാമാർട്ടിനും പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തിലാൽ ഒസ്വാൾ ബൈ എന്ന റേറ്റിംഗും 170 രൂപയുടെ ടാർഗറ്റ് നൽകി. മാർക്കറ്റ് അവറിലാണ് ബ്രോക്കേജസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതെങ്കിലും ഇന്ന് സ്റ്റോക്കിൽ വലിയ ചലനങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. അതേസമയം വിശാൽ മെഗാമാർട്ടിൻ്റെ കൺസിസ്റ്റൻറ്റ് ഡബിൾ ഡിജിറ്റ് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് സ്റ്റോക്കിനെ പ്രോഫിറ്റബിലിറ്റിയിൽ തുടരാൻ സഹായിക്കുമെന്നാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഫെസ്റ്റീവ് സീസണിൽ കമ്പനിയുടെ സെയിൽസ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് മികച്ചതാണ്. വോളിയം ഡ്രിവൺ ഗ്രോത്തും വെയർഹൗസ് ഓട്ടോമേഷൻ, RFID, എഫിഷ്യൻ്റ് സപ്ലൈ ചെയിൻ കോസ്റ്റ്, ഡിസിപ്ലിൻഡ് കോസ്റ്റ് സ്ട്രക്ചർ എന്നിവയുടെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. വിശാൽ മെഗാമാർട്ടിന് 460 ടൗണുകളിൽ ക്വിക്ക് കൊമേഴ്സ് ബിസിനസ് പ്രസൻസ് ഉണ്ട്. FMCG സെക്ടറിലും അസോസിയേറ്റഡ് ഡെലിവറി സെക്ടറിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനോടൊപ്പം തന്നെ ആവറേജ് ഓർഡർ വാല്യൂ 700 എന്ന റേഞ്ചിനടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നു.
ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2025-28 ഫിനാൻഷ്യൽ ഇയറിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 30% CAGR-ഉം എബിറ്റയിൽ 20% CAGR-ഉം റവന്യൂവിൽ 22% CAGR-ഉം കൂടിയുള്ള വളർച്ചയാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വിശാൽ മെഗാമാർട്ട് എന്ന സ്റ്റോക്ക് ലോങ് ടൈമിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റോക്കിന് റീസെൻ്റ്ലി 124-നടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിച്ചതായിട്ടും കാണാൻ സാധിക്കും. ഇവിടെ നിന്നും 120 രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതേസമയം 110, 120 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിൽ അക്കുമുലേഷൻ തുടരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്